ഇതാ ഞാൻ പറയുന്ന ഉണ്ടെന്നല്ല, അതിനുള്ളൊരു ചാൻസ് ഇപ്പോഴും ഉണ്ടെന്നാണ്. അങ്ങനെ സംഭവിച്ചിട്ട് പ്രതിവിധി തേടുന്നതിനേക്കാൾ നല്ലതല്ലേ സംഭവിക്കാതെ നോക്കുന്നത്. താൻ ഇതേക്കുറിച്ച് അപ്പനോട് ചോദിക്കുകയും ചെയ്യരുത്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു സംശയം തോന്നാത്ത വിധം വേണം മെല്ലെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് അപ്പുവിനെ പുറത്തു കൊണ്ടുവരാൻ. ഞാൻ മനസ്സിൽ ചില വഴികൾ കണ്ടിട്ടുണ്ട്. കാര്യമൊക്കെ ശരിയാ ടീച്ചറെ. നിങ്ങൾക്ക് അവളോട് സ്നേഹവും മമതയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതി നിങ്ങളുടെ മോൻ കാണിച്ച തോന്നിയാസം അല്ലാതാകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇനി അവളെ വെച്ചൊരു പരീക്ഷണത്തിന് ഞങ്ങൾക്ക് ഏതായാലും താല്പര്യമില്ല. ദേ, അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി അവൾ ഇവിടെ ജീവിക്കുന്നതിൽ എനിക്കോ മുരളിക്കോ അശ്വതിക്കോ ഒരഭിപ്രായവും ഇല്ല. അല്ലേ മുരളി? ഇന്ദിരാമ്മയുടെ അതേ അഭിപ്രായം തന്നെയാണോ മുരളിക്കും? ചുമ്മാ ആലോചിച്ചിരിക്കാതെ വാ തുറന്നങ്ങോട്ട് പറ മുരളി. നമുക്ക് നമ്മുടെ കൊച്ചിനെ കൊണ്ട് ഇവിടുന്ന് പോണം. ഇവർക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ കൊച്ചിനെ ഇവരുടെ കൂടെ പറഞ്ഞു വിടേസമ്മ. ഇനി നമ്മളായിട്ട് ഇവിടെ പിടിച്ചു നിർത്തി എന്നാത്തിനാ പേരുദോഷം കേൾപ്പിക്കുന്നേ? നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മാളൂന് ഇവിടുന്ന് കൊണ്ടുപോകാം. കുറച്ചു ദിവസം കഴിഞ്ഞ് വക്കീൽ മുഖാന്തരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങൾ മാളുവിന്റെ തുടർന്നുള്ള ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നന്നായിട്ട് ചിന്തിച്ചിട്ട് വേണം അങ്ങനൊരു തീരുമാനമെടുക്കാൻ. ഇതിലിനി ആലോചിക്കാൻ എന്താ ടീച്ചറെ ഉള്ളത്? പശു ചത്ത് മോറിലെ പുളിയും പോയെന്ന് പറഞ്ഞതുപോലെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ഇപ്പൊ എവിടെയാണെന്ന് ടീച്ചറിന് വല്ല പിടിയുണ്ടോ? ടീച്ചർ അവനെ ഒന്ന് വിളിച്ചോ? എവിടെയാണെന്ന് അന്വേഷിച്ചോ? എന്താ അവന്റെ ഉദ്ദേശമെന്നറിഞ്ഞോ? ഒന്നുമില്ലല്ലോ. ഇനി അവൻ തിരിച്ചു വരുമെന്നോ വന്നാ തന്നെ അവന്റെ കൂടെ ആരെങ്കിലും കാണുമെന്നോ ഒക്കെ ആർക്കറിയാം? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇനി ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ലെന്ന്. അമ്മ പറയുന്നതിലും കാര്യമുണ്ട് ടീച്ചറെ. ഞങ്ങൾ ഇനി എന്ത് പ്രതീക്ഷിച്ച അവളെ ഇവിടെ നിർത്തേണ്ടത്? നിർത്തിയെ തന്നെ കാര്യങ്ങൾ നേരെയാവുമെന്ന് ടീച്ചർക്ക് ഉറപ്പുണ്ടോ? ഇനി അഥവാ ജോബിൻ മടങ്ങി വന്നാൽ തന്നെ അവനെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നല്ലേ ടീച്ചർ കുറച്ചു മുൻപേ പറഞ്ഞേ? പിന്നെ എന്ത് ഉറപ്പിന്മേല മാളൂന് ഇവിടെ നിർത്തുന്നേ? മുരളി, ആത്മപ്രശംസയാണെന്ന് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. വാക്കിന് നേരും നെറിയുമുള്ള ഒരു മനുഷ്യനാണ് എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരനായ ഒരു യോദ്ധാവ്. കുറച്ചു കാലമേ ആ മനുഷ്യനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയായി എനിക്ക് ജീവിക്കാൻ പറ്റിയുള്ളൂ. പക്ഷെ ആ കുറഞ്ഞ കാലം കൊണ്ട് സ്വന്തം ജീവിതം എങ്ങനെ സത്യസന്ധമായും നീതിയുക്തമായും ജീവിക്കണമെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. ഞാനും ആ പാഠങ്ങൾ എന്റെ മകനെ പഠിപ്പിച്ചു. അവൻ അതനുസരിച്ചാണ് വളരുന്നതെന്ന് കണ്ട് സമാധാനിച്ചു, സന്തോഷിച്ചു. പക്ഷെ എവിടെ വെച്ചോ എന്റെ മകൻ വഴിതെറ്റിപ്പോയി. സ്വന്തം മകനായതുകൊണ്ട് അവനാണ് ശരിയെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് എനിക്ക് വേണമെങ്കിൽ അവനോടൊപ്പം ഇനിയുള്ള യാത്ര തുടരാമായിരുന്നു. പക്ഷേ സത്യത്തിന് സ്വന്തം മകനേക്കാൾ വില കൽപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ടാ മാളു എന്നോടൊപ്പം ഈ വീട്ടിൽ ഇപ്പോഴും ഉള്ളത്. നിങ്ങളുടെ മകളാണ് ശരിയെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാ അവളെ സ്വീകരിച്ച് ഞാൻ എന്റെ മോനെ പടിക്ക് പുറത്തു നിർത്തിയിരിക്കുന്നത്. അതിനർത്ഥം ഞാൻ അവനെ എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നൊന്നുമല്ല. സ്വയം നന്നാവാനും തിരുത്താനും അവന് ഞാനൊരവസരം കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിന്റെ വഴികൾ അത്ര എളുപ്പമായിരിക്കില്ല. ആ പരീക്ഷണങ്ങളെ നേരിടാൻ അവൻ തിരിച്ചു വരുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ടീച്ചർ ഈ പറയുന്നതൊക്കെ കഥ പോലെ കേട്ടോണ്ടിരിക്കാൻ കൊള്ളാം. പക്ഷെ ജീവിതത്തിൽ ഇതൊക്കെ എപ്പോ സംഭവിക്കുമെന്ന് പറഞ്ഞാ? ടീച്ചറിന്റെ മോൻ തിരിച്ചു വരുമെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അവന് തിരിച്ചു വരണമെന്ന് ആഗ്രഹമില്ലെങ്കിലോ? അഥവാ തിരിച്ചു വരാൻ തോന്നുന്നെങ്കിൽ തന്നെ അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലോ? അപ്പോഴേക്ക് എന്റെ പെങ്കൊച്ച് ഇവിടെ മൂത്ത് നരച്ച് ഇരിപ്പായി പോകത്തില്ലയോ? പിന്നെ അവക്കൊരു ജീവിതം കിട്ടുമോ? ഇന്ദിരാമേ, ഞാൻ പറഞ്ഞ പോലെയും
നിങ്ങൾ പറഞ്ഞ പോലെയും സംഭവിക്കാം. രണ്ടിനും സാധ്യതയുണ്ട്. പക്ഷെ പറഞ്ഞതിൽ ഏറ്റവും നല്ലതല്ലേ നമ്മൾ രണ്ടു കൂട്ടരും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? മാളുവിനെ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. അവൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ചിലപ്പോ അവൾ അതിന് തയ്യാറായെന്നും വരും. പക്ഷേ ആദ്യത്തെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ തിരിച്ചടികൾ അവളുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നങ്ങ് മാഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ ചെറുക്കനെ എത്ര കൊച്ചാക്കൊന്നും വേണ്ട. ഡേസമ്മയുടെ ഒറ്റ വാശി കൊണ്ടാ ഇവൾ ഈ നിമിഷം വിളിച്ച ചെറുക്കൻ അന്തസ്സായിട്ട് ഇവിടെ തിരിച്ചു വരും. അന്തസ്സായിട്ട് തിരിച്ചു വരും പോലും. അന്തസ്സുണ്ടായിരുന്നെങ്കിൽ അവൻ ഈ നാണം കെട്ട പണിയും കൊണ്ട് നടക്കില്ലായിരുന്നല്ലോ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി തീരുമാനം നിങ്ങളുടേതാ. ഇത്രയും കേട്ടിട്ടും മാളുവിനെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആവാം. പക്ഷേ ഒറ്റ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. അവളുടെ പരിപൂർണ സമ്മതത്തോടെ മാത്രമേ നിങ്ങൾ ദയവ് ചെയ്ത് മാളുവിനെ ഇവിടുന്ന് കൊണ്ടുപോകാവൂ. ഇവിടുന്ന് അവൾ നിങ്ങളോടൊപ്പം വരുന്നുണ്ടെങ്കിൽ അത് അവളുടെ കണ്ണീര് ഇവിടെ വീഴ്ത്തിയിട്ടാവരുത് എന്നൊരപേക്ഷയുണ്ട്. ഞാൻ പോയി അവളെ ഒന്ന് കണ്ടിട്ട് വരാം. നിന്റെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്ന പോലെ നീ എന്താ ഞങ്ങളുടെ സങ്കടം മനസ്സിലാക്കാത്തത്? എന്തുറപ്പും മേലാ നിന്നെ ഇവിടെ തനിച്ചാക്കി ഞങ്ങൾ പോവേണ്ടത്? അല്ല, നിങ്ങളിവിടെ കഥയും പറഞ്ഞിരിക്കുകയാണോ പിള്ളാരെ? നമുക്ക് പോകണ്ടേ? നീ ഇവളുടെ സാധനങ്ങളൊന്നും ഇതുവരെ എടുത്തു വെച്ചില്ലേ അശ്വതി? അമ്മേ, ഇവള് നമ്മുടെ കൂടെ വരുന്നില്ലെന്നാ പറയുന്നത്. വരുന്നില്ലെന്നോ? അതെന്ത് വർത്താനാ മോളെ നീ പറയുന്നേ? വരാതെ പിന്നെ ഇവിടെ നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം? ആന്റിയോട് ഞാൻ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ട് മുത്തശ്ശി. ഓ, അതിനാണോ നീ സങ്കടപ്പെടുന്നത്? അത് സാരയില്ല. ടീച്ചറിനോട് ഞാനും മുരളിയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആന്റി എന്തു പറഞ്ഞു? എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിച്ചോ? സമ്മതിച്ചോന്ന് ചോദിച്ചാ നിനക്ക് എതിർപ്പൊന്നും ഇല്ലെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. നിനക്ക് ഞങ്ങളുടെ കൂടെ വരുന്നതിന് എതിർപ്പൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ, അല്ലേ അശ്വതി? അതെ. അത് പറ്റില്ല മുത്തശ്ശി. ആന്റി എന്നോട് ഇവിടുന്ന് പോകാൻ പറയാതെ ഞാൻ ഇങ്ങോട്ടും ഇല്ല. അത് ഞാൻ ആന്റിക്ക് കൊടുത്ത വാക്കാ. എന്റെ പൊന്നുമാളു, നീ നിന്റെ ആന്റിയും കൂടെ ബാക്കിയുള്ളവരെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കരുത്. ഇനി നീ ഇവിടെ നിന്നിട്ട് എന്ത് മഹാകാര്യ സാധിക്കാനുള്ളത്? അവരുടെ മനസ്സിൽ ഒരിക്കലും നടക്കാത്ത കുറെ പദ്ധതികളാ ഉള്ളത്. അതൊക്കെ വിശ്വസിച്ച് നീ ഇവിടെ നിന്നാലേ നിന്റെ ജീവിതം ആവിയായി പോവുകയുള്ളൂ മോളെ. നീ പറയുന്ന കേക്കും ആളും വേറെ ആരും അല്ലല്ലോ വിളിക്കുന്നേ, ഞങ്ങളല്ലേ. ഇനിയിപ്പൊ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടാവാലോ. അതുവരെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്റെ അശ്വതി, അവര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ കാര്യങ്ങൾക്കൊന്നും ഈ നൂറ്റാണ്ടിലെങ്ങും ഒരു തീരുമാനമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറുക്കൻ സ്വയം മനസ്സുമാറി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് പോലും. എവിടെ കെട്ടഴിഞ്ഞ പയ്യൻ കയത്തിച്ചാടിയ കന്നും എന്നെങ്കിലും തിരിച്ചു വന്ന ചരിത്രമുണ്ടോ? അതുപോലൊക്കെ തന്നെ ഇപ്പൊ അവരുടെ മോന്റെ കാര്യവും. അവൻ നന്നായി നല്ല മുണ്ടുടുത്തു വരുന്നതെന്ന് നോക്കി നീ നിന്നാലേ ആ നിപ്പ് വെറുതെ ആവുകയുള്ളൂ. ഞങ്ങളൊക്കെ ചത്തു മണ്ണടിഞ്ഞാലും ചെറുക്കൻ നേരാമണ്ണ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അയാള് വരുന്ന പ്രതീക്ഷയല്ല ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ പിന്നെ എന്ത് കാര്യത്തിനാ മാളു നീ ഈ വാശി പിടിക്കുന്നത്? അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇനിയിപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ. അതിന് നീ ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറാവണം. അമ്മേ, ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്ക് ഇനി മനസ്സിലാവാത്തത്? ആന്റി എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആന്റി ഉദ്ദേശിച്ച കാര്യം നടക്കും വരെ ഞാൻ ആന്റിയുടെ കൂടെ ഉണ്ടാവണമെന്ന്. ഈ വീട്ടില് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും തന്ന സ്ത്രീ അവര്. എന്റെ ജീവൻ രക്ഷിച്ച സ്ത്രീ എന്നോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോ അതനുസരിക്കാനുള്ളൊരു മനസ്സ് ഞാൻ കാണിക്കണ്ടേ? ടീച്ചർക്ക് നിന്നോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ ഞങ്ങൾക്ക് അറിയാമാളൂ. എന്നുവെച്ച് നിന്നെ ഇവിടെ തനിച്ചാക്കി ഞങ്ങൾ എങ്ങനെ സമാധാനത്തോടെ പോകുന്ന നീ പറയുന്നത്? ഇനിയിപ്പോ നിനക്ക് അവർക്ക് കൊടുത്ത വാക്കാണ് വലുതെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആഴ്ചയിൽ 1-2 ദിവസം നീ ഇവിടെ വന്ന് നിന്നോ, പോരെ? അത് ശരിയാവില്ലമ്മേ. ഞാനിവിടെ നിന്നോളാം. നിങ്ങളെ കാണണം തോന്നുമ്പോ എനിക്ക് അങ്ങോട്ട് വരാമല്ലോ. അങ്ങനെ മതി. ദേ കുഞ്ഞെ, പറയാനുള്ളതൊക്കെ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും അതൊക്കെ നിന്റെ തലയിൽ കയറുന്നില്ലെങ്കിൽ
പിന്നെ എനിക്കിനി ഒന്നും പറയാനില്ല. വാ അശ്വതി, ഇവക്കിപ്പോഴും ഇവിടെ ഉള്ളവരാ വലുതെങ്കിൽ പിന്നെ നമ്മൾ തൊണ്ടയിലെ വെള്ളം പറ്റിച്ചിട്ട് എന്താ കാര്യം? അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെന്നേ, അല്ലാതെ ഞാനെന്ത് പറയാനാ? അമ്മേ, എന്നെ അമ്മയെങ്കിലും ഒന്ന് മനസ്സിലാക്കമ്മേ പ്ലീസ്. മാളു, ടീച്ചർ പറയുന്ന പോലൊക്കെ നടന്ന നല്ല കാര്യമാ. പക്ഷെ അതിനുള്ള സാധ്യത എത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ശക്തിയല്ലേ മുരളി മറുപടി തരേണ്ടത്. ഇന്നുവരെ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങളുടെ മോളുടെ ജീവിതം ഈശ്വരൻ ഇരുട്ടിലാക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ, നമുക്ക് പോകാം മുരളി. അവള് വരുന്ന ലക്ഷണമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക, അത്ര തന്നെ. എന്നാലും എന്റെ ടീച്ചറെ, നിങ്ങൾ എന്തു വേദം അവളുടെ കാതിൽ ഓതി കൊടുത്തിരിക്കുന്നേ? ഞാനും അശ്വതി അഴിഞ്ഞും കിഴിഞ്ഞും പറഞ്ഞിട്ട് അവളൊന്ന് കേക്കാൻ കൂട്ടാക്കണമല്ലോ. കടുപ്പം തന്നെ എന്റെ ഭഗവാനേ. ഇന്ദിരാമേ, നിങ്ങൾ കരുതും പോലെ ഞാൻ മാളുവിനെ ഒരു കാര്യത്തിലും നിർബന്ധിച്ചിട്ടില്ല. ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു. എന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയ എന്റെ മകൻ അവനായിട്ട് തിരിച്ചു വരുന്നതുവരെ എന്റെ കൂടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. അവളായിട്ട് അത് സമ്മതിക്കുകയും ചെയ്തു. അത്രേ നടന്നുള്ളൂ. അതിന് നിങ്ങളുടെ മകൻ എന്ന് തിരിച്ചു വരുമെന്നും പറഞ്ഞ ടീച്ചറെ ഞങ്ങളുടെ കൊച്ചു കാത്തിരിക്കണ്ടേ? ഇനി വന്നാ തന്നെ അവൻ അവളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? അങ്ങനെ തയ്യാറാകാത്തവൻ എന്റെ മകനല്ലെന്ന് അവനെ പ്രസവിച്ച് ഞാൻ തന്നെ പറഞ്ഞല്ലോ ഇന്ദിരാമേ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തുറപ്പാ വേണ്ടത്? അവള് തന്നെ ജയിച്ചു അല്ലേ? ഞാൻ കരുതി നിന്റെ കണ്ണീര് കണ്ടെങ്കിലും അവളുടെ മനസ്സലിയുമെന്ന്. എന്നാ പിന്നെ നമുക്കിറങ്ങാം അശ്വതി. നമ്മളിവിടെ നിൽക്കുന്നത് അവളുടെ വിഷമം കൂട്ടുകയുള്ളൂ. അശ്വതിയുടെ സങ്കടം എനിക്ക് മനസ്സിലാവും. ദയവ് ചെയ്ത് നിങ്ങളാരും ഇതെന്റെയോ മാളുവിന്റെയോ പിടിവാശിയായിട്ട് കാണരുത്. ഇങ്ങനൊരവസ്ഥയിൽ നിങ്ങളെ നേരിടേണ്ടി വരുമെന്ന് 1% പോലും ഞാൻ കരുതിയതല്ല. പക്ഷെ അങ്ങനെ വേണ്ടി വന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പാളം തെറ്റിലുണ്ടാകും. എന്റെ മകന്റെ കാര്യത്തിൽ അതിങ്ങനെയാണ് ഉണ്ടായത്. അവനെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അതിനുവേണ്ടി നിങ്ങളുടെ ഒരു സഹായം ചോദിക്കുന്നതായിട്ട് കരുതിയാൽ മതി. ഇനി അതല്ല, ഒരിക്കലും എന്റെ മകനെ തിരിച്ചു കിട്ടില്ല എന്നാണെങ്കിൽ അത് ബോധ്യപ്പെടുന്ന ആ നിമിഷം മാളുവിനെ ഞാൻ കൊണ്ടുവിടും അവിടേക്ക്. കൊണ്ടുവരിക മാത്രമല്ല, ഞാൻ മുന്നിൽ നിന്ന് അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അയ്യോ, അതിലൊന്നും ടീച്ചർ മെനക്കെടണമെന്നില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ ടീച്ചറിന്റെ മോൻ കാള കളിച്ച് നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിനെ ഇങ്ങ് തിരിച്ചു തന്നേച്ചാ മതി. അതേ കൂടുതൽ ഉപകാരമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ദേ, ഞങ്ങളിങ്ങനെ ഇവിടുന്ന് വെറും കൈയോടെ ഇറങ്ങിപ്പോകുന്നതേ ഞങ്ങളുടെ കഴിവുകേടായിട്ടാരും വിചാരിക്കരുത്. വേണോന്ന് വെച്ചാ പിടിച്ച പിടിയാലേ അവളെ ഇവിടുന്ന് കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കഴിയും. അത് ചെയ്യാത്തത് അവളുടെ കണ്ണീര് ഈ വീട്ടിൽ വീഴുന്ന ശാപവും കൂടി നിങ്ങൾക്ക് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതൊരവകാശമായിട്ടാരും കാണരുത്. സാരമില്ല ടീച്ചറെ, അമ്മ സങ്കടം കൊണ്ട് പറഞ്ഞതാ, ഒന്നും തോന്നരുത്. എനിക്ക് വിഷമമൊന്നുമില്ല. ഞാനിപ്പോ എടുത്തിരിക്കുന്ന നിലപാടിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക്. അത് യാഥാർത്ഥ്യമാകുന്നതുവരെ എന്ത് കേട്ടാലും എന്റെ മനസ്സ് പതറില്ല. അല്ലേ, വിരുന്നുകാരൊക്കെ പോവാന്നോ? പിന്നെ നിങ്ങളെന്താ കരുതിയത്? ഞങ്ങൾ ഇവിടെ കുളിച്ചുണ്ട് പാർക്കാൻ വന്നാണെന്നോ? അയ്യോടി, അതിന് നിങ്ങൾ എന്നാത്തിനാ പെണ്ണുമ്പിള്ളേ എന്റെ തലയിൽ കയറുന്നേ? ഞാനൊരു കുശലം ചോദിച്ചതല്ലേ ഉള്ളൂ. കുശലം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ആ, കൊച്ചിനെ വിളിച്ചിട്ട് വന്നില്ലേ മക്കളെ? ആ, അവള് വരികയല്ല. ഡേയ്സമ്മ പറഞ്ഞ അവള് കേക്കും. നിങ്ങൾ വിഷമിക്കണ്ട. 5-6 ദിവസം അവൾ ഇവിടെ നിക്കട്ടെന്നേ. ചിലപ്പോ അതിനുള്ളിൽ ചെറുക്കൻ തിരിച്ചു വരാനും മതി.
അവരെന്നതാ ഡേസമ്മേ മോന്തയും മുറിപ്പിച്ചോണ്ട് പോയത്? പണി പോയതാന്നോ? അവർക്കൊരു പിണക്കവും ഇല്ല. ആ എന്നിട്ടാന്നോ ദുർമുഖം കാണിച്ചോണ്ട് അവരിവിടുന്ന് ഇറങ്ങിപ്പോയത്? ഡേസമ്മോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തീക്കൊള്ളി കൊണ്ടാ നീ തലചൊറിയാൻ നോക്കുന്നത്. അവളെ വന്നവരുടെ കൂടെ പറഞ്ഞയക്കുന്നതിന് പകരം നീ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഒടുക്കം പെണ്ണെന്തെങ്കിലും താന്തോന്നത്തരം കാണിച്ചാ നീ ഉത്തരം പറയേണ്ടി വരും. പറഞ്ഞേക്കാം. ഇപ്പൊ മിണ്ടാതെ ഇറങ്ങി പോയവരെ അന്നേരം ഇങ്ങനെ ആയിരിക്കത്തില്ല, ഓർത്തോ? എന്ത് കോലമാടാ ഇത്? നിന്നെ ഇപ്പൊ കണ്ട ഏതോ റെഫ്യൂജി ക്യാമ്പിലെ അന്തേവാസിയെ പോലുണ്ട്. നിനക്കൊന്ന് മര്യാദയ്ക്ക് മെനക്ക് നടന്നൂടെ? നീ ആരെ ഒളിച്ചും പാത്തും നടക്കുന്നേ? എത്ര പ്രാവശ്യം ഞാൻ നിന്നെ ഫോൺ വിളിച്ചു. ഒരു തവണയെങ്കിലും നിനക്കൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ തോന്നിയോ? ആരെ പേടിച്ച നീ ഒളിച്ചോടുന്നേ? അലീന, ഇങ്ങനെ കുറ്റപ്പെടുത്താനാണോ നീ ഇങ്ങോട്ട് വന്നത്? അതെ, കുറ്റപ്പെടുത്താൻ തന്നെയാ. എന്താ നിന്റെ ഉദ്ദേശം? ഹോസ്പിറ്റലിൽ നീ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തു കേട്ടല്ലോ, ശരിയാണോ? അതെ, ശരിയാണ്. എത്ര നാള് നീ ഇങ്ങനെ ലീവ് തുടരാനോ ഉദ്ദേശം? അതൊന്നും എനിക്കറിയില്ല അലീന. താൻ നേരത്തെ ചോദിച്ചില്ലേ ഞാൻ ആരിൽ നിന്നാ ഈ ഒളിച്ചോടുന്നതെന്ന്. സത്യം പറഞ്ഞ ഞാൻ എന്നിൽ നിന്ന് എന്നെ ഒളിച്ചോടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആ ഡോക്ടർ ജോബിൻ അലക്സ് ഇപ്പോഴില്ല. ഇപ്പൊ എല്ലാരും ഭയക്കുന്ന, വെറുക്കുന്ന ഒരാളാ ഞാൻ. ആരുടെ മുന്നിൽ വരുന്നത് പോലും ഇപ്പൊ എനിക്കിഷ്ടമല്ല അലീന. ജോബിൻ അലക്സ് ഇപ്പൊ ആർക്കും വേണ്ടാത്തവനായി, വെറുക്കപ്പെട്ടവനായി. ഇതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണയാ. അപ്പോഴത്തെ ആവേശത്തിന് നിന്റെ മമ്മി അങ്ങനെ പറഞ്ഞെന്നേ ഉണ്ടാവുള്ളൂ. അത് കേട്ട് നീ എന്തിനാ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നേ? എന്റെ മമ്മിയെ എനിക്കറിയാം. പറഞ്ഞതുപോലെ ചെയ്യുന്ന സ്ത്രീ അവര്. പറഞ്ഞതുപോലെ ചെയ്യും മറ്റുള്ളവരോട്. പക്ഷെ നിന്റെ കാര്യത്തില് സ്വന്തം മോൻ എന്ന കൺസിഡറേഷൻ ആ മമ്മിക്ക് എപ്പോഴും ഉണ്ടാവും. അത് നിന്റെ വെറും തോന്നല അലീന. എനിക്ക് എന്റെ മമ്മിയെ അറിയാവുന്നിടത്തോളം നിനക്കറിയില്ലല്ലോ. ഓക്കെ, ലീവ് ഇറ്റ്. ഇനി എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറിയാലോ എന്ന് വിചാരിക്കുക. എങ്ങോട്ട് മാറാൻ? അതറിയില്ല. നീ എങ്ങോട്ട് മാറാൻ പോകുന്നില്ല. നീ ഇവിടെ തന്നെ തുടരും, അന്തസ്സായി. നമ്മൾ നാഞ്ഞ് ശ്രമിച്ചാ ഈ ടൗണിൽ തന്നെ നിനക്ക് നല്ലൊരു വീട് റെന്റിനെടുക്കാൻ പറ്റും. നിന്നെ വേണ്ടെന്ന് വെച്ചവരെ നീയും വേണ്ടെന്ന് വെക്കുന്നു. ഫോർ ദ ടൈം ബീങ് അത്ര തന്നെ. എന്താ, നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താലോ? വേണ്ട, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. പിന്നെ ഈ രീതിയിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാനാണോ നിന്റെ ഉദ്ദേശം? എടാ, അതിനു വേണ്ടി എന്ത് തെറ്റാ നീ ചെയ്തേ? ആണെന്ന് സ്വയം ഡിക്ലെയർ ചെയ്തൊരു വ്യക്തിയുമായി നിന്റെ ഭാര്യയ്ക്ക് അതിരുവിട്ട സൗഹൃദം വേണ്ടെന്ന് പറഞ്ഞതോ? അത് അത്ര വലിയ കുറ്റമാണെന്ന് ഈ ലോകത്ത് ആരും പറയില്ല. ആത്മാഭിമാനമുള്ള ഏത് ഭർത്താവും ചെയ്യുന്ന കാര്യം അത്. നീ നിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നാ നിനക്കെതിരെ ആർക്കും ഒന്നും പറയാനുള്ള അവകാശം ഇല്ല. അലീന, പ്ലീസ്. എനിക്ക് ആരോടും പരാതിയും പരിഭവമില്ല. ഇതെന്റെ വിധിയാണ്, ഞാൻ സ്വയം തെരഞ്ഞെടുത്ത വിധി. നീ നന്നാവില്ലടാ ഒരിക്കലും. നിന്റെ ഈ മുടിഞ്ഞ ഈഗോയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. സ്റ്റോപ്പ് ഇറ്റ്. അതെ, എല്ലാം എന്റെ കുഴപ്പം തന്നെയാ, എന്റെ കോംപ്ലക്സ്. സമ്മതിക്കുന്നു. സ്നേഹിച്ചവരോട് വഞ്ചന കാട്ടിയത് എന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ആത്മാർത്ഥമായ സൗഹൃദത്തെ സംശയിക്കാൻ പ്രേരിപ്പിച്ചത് എന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. നീ തന്നെ അത് പറയണം. അത് ശരി. എന്ന് വെച്ചാ ഞാനാണ് നിന്നെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചതെന്ന്? എന്താ സംശയം? നീ ഒറ്റ ഒരുത്തിയ എന്റെ ലൈഫ് ഈ രീതിയിലാക്കിയത്. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്താൻ നിനക്കൊരു മടിയില്ലേ?